അയർലൻഡിലെ ചില ദ്വീപുകളിൽ ആളൊഴിഞ്ഞ ചില വീടുകളുണ്ടെന്നും ദ്വീപുകളുടെ ജനവാസം വർദ്ധിപ്പിക്കുവാനായി അയർലൻഡ് സർക്കാർ ഫ്രീ ആയി 70 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. അതിങ്ങനെയാണ്: നമസ്കാരം, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഒരു ആഡ് ഇപ്പോൾ കാണുന്നു. അതായത് അയർലൻഡിൽ താമസിക്കുവാൻ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യത്തിൽ 70 ലക്ഷം രൂപ അയർലൻഡ് സർക്കാർ സ്പോൺസർ ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത്. സത്യത്തിൽ വല്ല വാസ്തവവും ഉണ്ടോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു 2 വർഷത്തിന് മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണ്ടും കേരളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം കൂടി ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് ഇങ്ങനെയാണ്: അയർലൻഡിലെ ചില ദ്വീപുകളിലെ ജനവാസം വർദ്ധിപ്പിക്കുന്നതിനായി ആ ദ്വീപിലെ ഒഴിഞ്ഞ വീടുകൾ വാങ്ങുന്നതിനും പുതിയ വീടുകൾ വെച്ച് ആ ദ്വീപിൽ സ്ഥിര താമസം ആക്കുന്നവർക്കുമായി അയർലൻഡ് സർക്കാർ 70 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. വേക്കൻ പ്രോപ്പർട്ടി റീഫർബിഷ്മെന്റ് ഗ്രാന്റ് എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ആളൊഴിഞ്ഞ ദ്വീപുകളിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ഈ വാർത്ത കേരളം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും എത്തിയെങ്കിലും കേരളത്തിൽ നിന്നാണ് ഒരുപാട് പേർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചത്. നമ്മുടെ പ്രധാന പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത കൊടുത്തെങ്കിലും അത് തെറ്റാണെന്നും അയർലൻഡിൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത് എന്നും ഉള്ള ശരിയായ വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊക്കെ തിരുത്തി കൊടുത്തിരുന്നു. എന്നാൽ വീണ്ടും ഈ വാർത്ത പ്രമുഖ മാധ്യമത്തിൽ വന്നപ്പോൾ പലരിലും അത് ആശങ്കയുളവാക്കുന്നു. ഈ വാർത്തയുടെ സത്യാവസ്ഥയെപ്പറ്റി ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഇവിടുത്തെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് തികച്ചും ഫേക്കായിട്ടുള്ള വാർത്തയാണെന്നും ഇവിടെ ഉള്ളവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്നും ഉള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. ഇവിടേക്ക് വരണം എന്നാഗ്രഹിച്ച തൃശ്ശൂർക്കാരനായ എൻ്റെ സബ്സ്ക്രൈബർ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. റിട്ടയർഡ് ആകാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നെന്നാണ് അദ്ദേഹം എഴുതിയത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടും പെൻഷൻ കിട്ടുമെങ്കിലും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്നെ ചിന്തിപ്പിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചിന്തകൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നന്ദി, നമസ്കാരം.